നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. ചേല് പാനൂരിന്റെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനവും നവീകരിച്ച KM സൂപ്പി സ്മാരക ബസ് സ്റ്റാൻഡ് നാമകരണ ബോർഡിന്റെ ഉദ്ഘാടനവും പാനൂർ നഗരസഭ ചെയർമാൻ KP ഹാഷിം നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ടുമുമ്പ് പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥത്തിലാണ് പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം പടിയിറങ്ങുന്നത്. പാനൂർ ബസ് സ്റ്റാൻഡിൽ ഗാന്ധി സ്ക്വയർ നിർമ്മിക്കുമെന്നതായിരുന്നു നഗരസഭാ ചെയർമാനായപ്പോൾ KP ഹാഷിമിന്റെ വാഗ്ദാനം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ മിനിറ്റുകൾക്ക് മുമ്പ് മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനവും നവീകരിച്ച KM സൂപ്പി സ്മാരക ബസ് സ്റ്റാൻഡിന്റെ നാമകരണ ബോർഡും ഉദ്ഘാടനം ചെയ്താണ് പാനൂർ നഗരസഭാ ചെയർമാൻ പടിയിറങ്ങിയിരിക്കുന്നത്. ചടങ്ങിൽ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അനീഫ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഇബ്രാഹിം ഹാജി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉമൈസ തിരുവമ്പാടി, കൗൺസിലർമാരായ NA കരീം, നസീല കണ്ടിയിൽ, MBK അയൂബ്, പ്രീത അശോക്, മുസ്തഫ കല്ലിമ്മൽ, ശോഭന കുന്നുള്ളതിൽ, സ്വാമിദാസൻ, ഷീബ PK, പൊതുപ്രവർത്തകരായ PPK സലാം, V സുരേന്ദ്രൻ മാസ്റ്റർ, PK ഷാഹുൽ ഹമീദ്, TT രാജൻ മാസ്റ്റർ, നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ശശി നടുവിലക്കണ്ടി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ഗാന്ധി പ്രതിമ നിർമ്മിച്ച ശില്പി C മധുസൂദനെ ആദരിച്ചു. രാത്രിയും പകലും ഇവിടെ വന്ന് ചെയ്യുന്നത് പ്രിയപ്പെട്ട മധുമാഷാണ്. ഈ മധുമാഷ് വളരെ നമ്മൾ പറഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്യുന്നത്. അപ്പോൾ നഗരസഭയുടെ മധുമാഷുള്ളൊരു ആദരം അത് മൊമെന്റുമായിട്ട് നമ്മൾ പാനൂർ ബസ് സ്റ്റാൻഡിൽ എത്തുന്നവർക്ക് നയന മനോഹരമായ കാഴ്ചയാണ് ഗാന്ധി സ്ക്വയർ സമ്മാനിക്കുന്നത്. സമഗ്ര ന്യൂസ്, പാനൂർ.